കോൺഗ്രസിന്റെ നയരൂപീകരണ സമിതിയിൽ ഒരു നിർണായക തീരുമാനം ഉണ്ടായി. അതായത് പിമാരാലും ഈ തവണ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഈ മന്ത്രി കുപ്പായവും മുഖ്യമന്ത്രി കുപ്പായവും ഒക്കെ തയ്ച്ച് കാത്തിരിക്കുന്ന കുറച്ചധികം പേരുണ്ടല്ലോ. അവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും അല്ലേ? പക്ഷേ ഇതിനകത്ത് കുറേ ഈ ഒരു സമിതിയിൽ കുറേ അധികം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ വന്ന 3 സർവേ കൂടി ഇവർ പരിഗണിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്? കോൺഗ്രസിന്റെ ഇനി ഇപ്പൊ ഇവർ പറയുന്നുണ്ട് ആരും സ്വയം സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല, പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ യാതൊരു തർക്കങ്ങളും പാടില്ല, ഒരു രീതിയിലുള്ള അടിയും പാടില്ല എന്ന് ആദ്യമേ ഈ സമിതി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുറച്ച് നിർദ്ദേശങ്ങൾ. പക്ഷെ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? പ്രത്യേകിച്ച് കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം KPCCയും അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. പിമാരാരും മത്സരിക്കേണ്ട കാര്യം. ഈ പിമാരെല്ലാം KPCC അംഗങ്ങളാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഈ പറയുന്ന പിമാരെല്ലാവരും തന്നെ. അതോടൊപ്പം തന്നെ UDFന്റെ അംഗങ്ങളുണ്ട്, അത് ലീഗുകാർ നോക്കുന്ന ആളുകളാണ്. അപ്പം ഇവരിങ്ങനെ എല്ലാവരും ഈ പറയുന്ന 18 പിമാര് ഇപ്പം നിലവിൽ UDFന്റേതായി ഉണ്ട് 18 പേര്. അതിൽ പിന്നെ 20 പേരിലാകെ ഒരാള് K രാധാകൃഷ്ണൻ, മറ്റൊരാൾ സുരേഷ് ഗോപിയുമാണ്. അത് രണ്ടുപേരും ഒന്ന് CPMന്റെയും അല്ലെങ്കിൽ LDFന്റെയും ഒന്ന് NDAയുടെയുമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യമുള്ളൂ. അപ്പൊ പിമാരാരും മത്സരിക്കേണ്ട എന്ന് തീരുമാനം വന്നു. നമ്മൾ നോക്കേണ്ടത് ഇതിൽ പിമാര് എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര പേര് മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഒന്ന് KC വേണുഗോപാൽ, അതിൽ പിമാരിൽ മുമ്പനായി നിൽക്കുന്ന ഒരാളാണ്. 2 വടകര MP ആയിരിക്കുന്ന ഷാഫി പറമ്പിൽ. 3 മാവേലിക്കര MP ആയിരിക്കുന്ന നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്. ആറ്റിങ്ങൽ MP ആയിട്ടിരിക്കുന്ന അടൂർ പ്രകാശ്. പിന്നെ തിരുവനന്തപുരം MP ആയിരിക്കുന്ന, ചിലപ്പോൾ അദ്ദേഹം ഈ പറയുന്ന കോൺഗ്രസുമായിട്ട് വലിയ ബന്ധമൊന്നും ഇപ്പൊ പുലർത്തി പോകുന്നില്ല എങ്കിൽ തന്നെയും, ശശി തരൂര്. അങ്ങനെ ഇപ്പൊ നിലവിൽ 5 ആയി. അപ്പോൾ 5 പേരടങ്ങുന്ന ഒരു കൂട്ടം ഇവിടേക്ക് വരാൻ പോകുന്നു. പിന്നെ വേറൊരാളെ വിട്ടുപോയി, K സുധാകരൻ, കണ്ണൂർ MP ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 6 പേര് നിലവിൽ ഈ പറയുന്ന നിയമസഭയിലെ സീറ്റ് മുന്നിൽ കണ്ടുകൊണ്ട്, അവിടെ സീറ്റ് മുന്നിൽ കാണുന്നത് വെറുതെ കാണുകയല്ല, നമുക്കറിയാമല്ലോ. ഈ പറയുന്ന ഈ പിന്നെ ഷാഫി പറമ്പിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന അതിമോഹമായിട്ട് നടക്കാത്തത്. ബാക്കി ഈ പറയുന്നവരിൽ എല്ലാവരും തന്നെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷിനെ ഒരിക്കലും മുഖ്യമന്ത്രി ആക്കില്ല. കാര്യം അവരുടെ പ്രോട്ടോകോൾ അനുവദിക്കുന്നില്ല. ഭരണഘടന എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. തന്നെയും അതിൽ നമ്മൾ വിശ്വസിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ ചില സ്ഥാപിത താല്പര്യങ്ങൾ കാരണം കൊടിക്കുന്നിൽ സുരേഷിനെ ഒരിക്കലും ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനൊരു മന്ത്രിയാവണം. പിന്നെ മന്ത്രിയാവാൻ സാധ്യതയുള്ള കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ ഒന്ന് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം. അടൂർ പ്രകാശിന് ഇതിന്റെ ഇടയിലൂടെ മുഖ്യമന്ത്രിയാകണം. മറ്റൊരാള് നമ്മൾ നോക്കിയാൽ ശശി തരൂര്, അവസരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകും. അതിൽ കുറഞ്ഞൊന്നും പുള്ളിക്ക് നോട്ടമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ K സുധാകരനും മുഖ്യമന്ത്രിയാകണം. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു വലിയ വിഭാഗം നേതാക്കന്മാർക്ക് മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്ന കുറെ അധികം ആൾക്കാർ പിമാരുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പൊ ഇങ്ങനെയൊരു തീരുമാനം വരുമ്പോൾ ഇവിടെ മത്സരിക്കാൻ ഇറങ്ങുന്ന പിമാർക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു വലിയ ഒരു ഇച്ഛാഭംഗം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ പിമാര് നിലവിൽ മത്സരിക്കേണ്ടതെന്ന് പറയുന്നത്, ഇവരെങ്ങാനും ജയിച്ചു പോയി കഴിഞ്ഞാൽ വലിയൊരു അടിക്ക് ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പൊ KC വേണുഗോപാൽ ജയിക്കുകയാണെന്ന് വെച്ചു. അപ്പൊ KC വേണുഗോപാൽ ഇവിടെ ജയിച്ചിട്ട് MP സ്ഥാനം രാജിവെക്കുന്നു. MP സ്ഥാനം തിരിച്ച് രാജിവെച്ചതിന് ശേഷം തിരികെ വരുന്നു. അപ്പം ഇങ്ങനെ തിരികെ എത്തി കേരളത്തിലേക്ക് എത്തുന്നു. മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തേ പറ്റൂ KC വേണുഗോപാലിന്. അതിൽ കുറഞ്ഞൊന്നും KC വേണുഗോപാൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് സ്വീകരിക്കത്തില്ല, ഡിസർവ് ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. അപ്പം ഇതിൽ മുഖ്യമന്ത്രിയിൽ കുറഞ്ഞ് തന്നെയല്ല AICCയിലെ ജനറൽ സെക്രട്ടറി ആയിട്ട് കാലങ്ങളായിട്ടിരിക്കുന്നു, സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കാലങ്ങളായിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പോലും സ്വന്തം ചൂണ്ടുവിരലിൽ നിർത്തുന്ന ഒരാള്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള, കേരളത്തിലെ ജനങ്ങളുടെ സ്പന്ദനം അറിയും എന്ന് അഹങ്കരിക്കുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. അപ്പോൾ ആ KC വേണുഗോപാലിന് തീർച്ചയായിട്ടും ഇതിലേക്ക് വന്നിറങ്ങാനുള്ള താല്പര്യമുണ്ട്. താല്പര്യമൊന്നും മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ KC ഈ പറയുന്ന കുറെ നാളായിട്ട് ഈ കാണാമറയത്തിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ലാൻഡ് ചെയ്ത് തന്നെ ഈ ഒരു ആഗ്രഹവും വെച്ച് തന്നെയാണ്. അപ്പൊ ഇങ്ങനൊരു തീരുമാനം വരുന്ന സമയത്ത് ഇപ്പൊ സമിതി ഇങ്ങനൊരു തീരുമാനം എടുത്ത സ്ഥിതിക്ക് അതിനെ ഇവര് KC എതിർക്കൂലേ? അല്ല, ഇതിനകത്ത് വേറൊരു ക്ലോസും കൂടിയുണ്ട്. അതായത് AICC തീരുമാനിക്കും. AICCക്ക് തീരുമാനമുണ്ട്. അത് ഇവിടുന്ന് കൊടുക്കുന്ന പട്ടിക അന്തിമമാക്കുന്ന AICC ആണ്. ഇവിടുന്ന് സ്ഥാനാർത്ഥി പട്ടിക കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥി പട്ടിക എല്ലാം അതിനകത്ത് തർക്കങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇതിന് അന്തിമ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ഇറക്കും.
അവരെത്ര 90 സീറ്റുകളിൽ മത്സരിക്കുകയാണെങ്കിൽ 90 MLA പിന്നെ സ്ഥാനാർത്ഥികളുടെയും പട്ടിക അവരാണ് പുറത്തിറക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ KC കടന്നുകൂടും. ഇതിനകത്ത് ഒഴിവാക്കപ്പെടാത്ത കുറച്ച് പേരുണ്ട്. KC വേണുഗോപാൽ എന്തായാലും തീർച്ചയായിട്ടും ഈ പറയുന്ന ലിസ്റ്റിൽ നിന്ന് മാറി നിൽക്കും. അതായത് MP-മാർ മത്സരിക്കേണ്ട. കൊടിക്കുന്നിൽ സുരേഷിനെ വെട്ടും. കൊടിക്കുന്നിൽ സുരേഷിനെ ഒരു കാരണവശാലും മത്സരിപ്പിക്കില്ല. സുധാകരനെ ഒഴിവാക്കും. പിന്നെ അടൂർ പ്രകാശിനെ ഒഴിവാക്കും. കാരണം അടൂർ പ്രകാശിനെ ഒഴിവാക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അടൂർ പ്രകാശ് ഇപ്പം സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടൂർ പ്രകാശ് സംശയത്തിന് നിഴലിലാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു അതൃപ്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാര്യം സ്വന്തം അമ്മയെ പോലും സ്വർണ്ണക്കൊള്ള കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ആ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തോട് പിന്നെ രാഹുൽ ഗാന്ധിക്ക് എതിർപ്പുണ്ട്. ആ ഒരു അമർഷമുണ്ട്. എതിർപ്പെന്ന് പറഞ്ഞാൽ അമർഷമുണ്ട്. കാര്യം ഇവരൊക്കെയാണല്ലോ ചുമ്മാ ഇരുന്നിടത്ത് ചുണ്ണാമ്പിട്ടിളക്കുന്ന പരിപാടി കാണിച്ചത്. കാരണം ഇങ്ങനെ ഒരു പരാതി ഉയർന്നു വന്ന് സഭയിൽ VD സതീശനാണ് ഈ കാര്യം ഉന്നയിക്കുന്നത്. അത് നമുക്ക് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തു പോയ വിഷയമാണ്. VD സതീശനാണ് ഇങ്ങനെ ഒരു സംഭവം, അവിടെ ദ്വാരപാലക ശില്പത്തിന്റെ പാളി കാണുന്നില്ല, അല്ലെങ്കിൽ പീഠം കാണുന്നില്ല എന്നുകൊണ്ട് പരാതി ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ VD സതീശനാണ് ഇത് സഭയിൽ ഉന്നയിക്കുകയും മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കുകയും അന്വേഷണത്തിന് പ്രഖ്യാപിക്കുകയും ഹൈക്കോടതിയിൽ ഏത് അന്വേഷണം വന്നാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി നമ്മൾ പരിശോധിച്ചാൽ ആ ഒരു അന്വേഷണം ശരിക്കും UDF-നെ തിരിഞ്ഞു കുത്തുകയാണ്. ഇപ്പൊ വിഷമുള്ള തേളാണെങ്കിൽ അതിന്റെ വാല് സ്വയം കുത്തിയ അത് മരണപ്പെടുമല്ലോ എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഈ ഉടനെ അപ്പോഴാണ് അടൂർ പ്രകാശ്, ആന്റോ ആന്റണി തുടങ്ങിയവർ ഇതിനകത്ത് പെട്ടുപോയത്. സ്വർണ്ണക്കൊള്ള കേസ് സോണിയാഗാന്ധി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് പേര് ചേർക്കപ്പെട്ട ഒരാളായി ഇവരൊക്കെ മാറുന്നു. അപ്പം ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നോക്കേണ്ടത് അടൂർ പ്രകാശിനെ ഒരിക്കൽ പോലും കേരളത്തിലെ MLA ആയി മത്സരിക്കാൻ അനുവദിക്കില്ല. അത് വേറൊരു കാര്യമാണ്. കൊടിക്കുന്നിൽ സുരേഷിന് ചില സ്ഥാപിത താല്പര്യങ്ങൾ കാരണം കൊടിക്കുന്നിൽ സുരേഷ് VD സതീശനെ അടക്കം എടുത്ത് വാരി വലിച്ചു കൊടുത്തതാണ്. പലപ്പോഴായി VD സതീശനെ കുറിച്ച് വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ, വളരെ മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ VD സതീശന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി തന്ന ഒരു നേതാവാണ് ശരിക്കും കൊടിക്കുന്നിൽ സുരേഷ്. VD സതീശൻ പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്ഥാനമാനങ്ങളോടോ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് അതിനോട് ആക്രാന്തമൊന്നുമില്ല, എനിക്ക് സർക്കാർ ഭരണത്തിലേറുക എന്ന് മാത്രമാണ് UDF-ന്റെ ലക്ഷ്യം, അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പ്രവർത്തിക്കുമെന്നുള്ളതാണ് VD സതീശൻ പലപ്പോഴായി മുഴക്കിയ വീരവാദമെങ്കിൽ തന്നെയും ഈ VD സതീശൻ തനിക്ക് അധികാരമോഹം ഉണ്ടെന്നും തനിക്ക് സ്ഥാനമോഹിയാണ് എന്നുള്ള കാര്യവും പലപ്പോഴും പിന്നെ VD സതീശൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ എടുത്തുയർത്തി കാട്ടിക്കൊണ്ട് ഈ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, VD സതീശൻ അധികാരമോഹിയാണ്, സ്ഥാനങ്ങളോട് വല്ലാത്ത താല്പര്യം, അടങ്ങാത്ത ദാഹം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള കാര്യം കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അപ്പൊ കൊടിക്കുന്നിൽ സുരേഷ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു കാരണവശാൽ ഇങ്ങോട്ട് അടുപ്പിക്കില്ല. അതായത് ഈ വരാൻ പോകുന്ന 3 വർഷം കൂടി കൊടിക്കുന്നിൽ സുരേഷ് MP സ്ഥാനത്ത് തുടരും എന്നർത്ഥം. അതിനുശേഷം കൊടിക്കുന്നിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിനെ അടുപ്പിക്കില്ല. സുധാകരനെ കുറിച്ച് ദീപാദാസ് മുൻഷിക്ക് വരെ അഭിപ്രായമുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് പിന്നെ അയാൾക്കറിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിയുന്നില്ല എന്ന് പറയുന്ന വചനങ്ങൾ പോലെ ഈ പിന്നെ സുധാകരൻ എന്ത് പറയുന്ന അറിയില്ല എന്ന് ദീപാദാസ് മുൻഷിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ഇതേ കാര്യങ്ങൾ KC വേണുഗോപാലിനെ അറിയാം. പിന്നെ KC വേണുഗോപാൽ ആകെ തൻ്റെ കയ്യിലാണ് അധികാരത്തിന്റെ ദണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ തൽക്കാലം KPC അധ്യക്ഷ സ്ഥാനം മാറ്റിവെച്ചു, ഞാൻ പതുക്കെ പിന്നെ മന്ത്രിസ്ഥാനം ഒപ്പിച്ചുതരാം. ഇത് KC വേണുഗോപാലിന്റെ ഒരു ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഷാഫി പറമ്പിലിന് എന്തായാലും ഒരു എക്സംഷൻ കിട്ടും. ഷാഫി പറമ്പിലും KC വേണുഗോപാൽ ഒരു കൈയാണല്ലോ. അപ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഷാഫി ഒരു നെറുകേടിന്റെ തമ്പുരാനാണ്. അപ്പം കാരണം കൂടെ നിന്നവരെ എല്ലാം ഒറ്റി. നമ്മൾ നോക്കി ഉമ്മൻചാണ്ടിക്ക് പണി കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ VD സതീശന് പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പണി കൊടുത്തിട്ട് VD സതീശനും പണി കൊടുത്തിട്ടാണ് ഒടുവിൽ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിലേക്ക് ചായുന്നത്. അപ്പോൾ അതുകൊണ്ട് KCയെ ചാരി നിൽക്കുന്നതുകൊണ്ട് തന്നെ തനിക്കൊരു പിന്നെ MLA സ്ഥാനം ഇവിടെ കിട്ടും. അതായത് MLA അല്ല, ഒരു സീറ്റ് കിട്ടുമെന്നും പിന്നീട് അതുവഴി ഒരു മന്ത്രിയാകാൻ കഴിയുമെന്നും വളരെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു നേതാവാണ് പിന്നെ ഷാഫി പറമ്പിൽ. അതുകൊണ്ടാണ് VD സതീശനെ കൊണ്ട് ഇനി ഒരു കാര്യമില്ല എന്നും കൃത്യം നമ്മൾ ഓപ്പറേഷൻസ് എല്ലാം വളരെ കൃത്യമായിരുന്നു. കാര്യം പിന്നെ KC വേണുഗോപാൽ കേരളത്തിലേക്ക് കളം പിടിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ഷാഫി പറമ്പിൽ KC വേണുഗോപാലിന്റെ ഗ്രൂപ്പിലേക്ക് ചാടി മറുകണ്ഠം ചാടി. അതുവരെ കൊണ്ടു നടന്ന VD സതീശനെതിരായിട്ട് സൈബർ കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ സൈബർ കൂട്ടങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് VD സതീശനെ പൊതുധാരയിൽ പൊതുമധ്യത്തിൽ വലിച്ചിഴക്കപ്പെടുകയും തുണിയുരുങ്ങി നിർത്തുകയും ചെയ്തു. അതാണ് യാഥാർത്ഥ്യം. പല ആൾക്കാർക്കും കാശിറക്കിക്കൊണ്ട് കളിച്ച കളി ഇതെല്ലാം അങ്ങനെ വന്നതുകൊണ്ട് ഷാഫി പറമ്പിലും KC വേണുഗോപാലും ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് KC ഞാൻ പിൻവലിക്കുന്നു, അല്ലാതെ ഞാൻ പിന്തുണ എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ പെടും. കാര്യം പിന്നെ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിന്റെ ഒരു ബലം എന്ന് പറഞ്ഞാൽ ഈ SDP-യും പിന്നെ അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയാണ് ഷാഫി പറമ്പിലിന്റെ ഒരു ബലം.
അപ്പം ഷാഫിക്ക് പിന്തുണ കെ സി വേണുഗോപാൽ കൊടുക്കാതിരുന്നാൽ ഈ പറയുന്ന കെ സി വേണുഗോപാലിന് അതൊരു വലിയ ക്ഷീണം ചെയ്യും. ആ പിന്തുണ പിൻവലിക്കാനുള്ള നീക്കമായിരിക്കും പിന്നീട് ഷാഫി പറമ്പിൽ നടത്തുന്നത്. ഇപ്പൊ നമ്മൾ പറവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ വി ഡി സതീശൻ വളരെ അജയ്യനായ ഒരു നേതാവാണെങ്കിൽ തന്നെയും ഈ അയാളെ വീഴ്ത്താനുള്ള അതായത് വി ഡി സതീശനെ വീഴ്ത്താനുള്ള എല്ലാ ടെക്നിക്കുകളും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. അതുകൊണ്ട് ഇപ്പം നിലവിൽ അവിടെ മത്സരിക്കാൻ ഇറങ്ങുമ്പോഴും 100% ആത്മവിശ്വാസത്തിന്റെ ആവശ്യം വി ഡി സതീശന് ഇല്ല. അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടായാൽ അത് അനാവശ്യമായ ആത്മവിശ്വാസമാണെന്നേ പറയത്തുള്ളൂ. അമിത ആത്മവിശ്വാസം ഒന്നും ഞാൻ പറയില്ല, അനാവശ്യമായ ആത്മവിശ്വാസമാണ്. കാരണം അവിടെ കുലം കുത്തുവെന്നും അവിടെ നിൽക്കുന്ന ചുവട്ടിലെ മണ്ണ് വാരിക്കൊണ്ട് പോകാനുള്ള കെൽപ്പുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ എന്നും വി ഡി സതീശൻ മനസ്സിലാക്കണം. അതുകൊണ്ട് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ ഷാഫി പറമ്പിലിന് ഇപ്പൊ പിണക്കാൻ പറ്റില്ല. കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിലിന് ഇപ്പൊ പിണക്കാൻ പറ്റില്ല. കാര്യം വി ഡി സതീശനും ഇതിന്റെ ഗുണം അറിയാം, കെ സി വേണുഗോപാലിനും അറിയാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വി ഡി സതീശൻ എങ്ങനെ അറിയാൻ ചോദിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനാണെന്ന് ഷാഫി പറമ്പിൽ തോന്നിപ്പിച്ചുകൊണ്ട് വി ഡി സതീശന് വേണ്ടി വിടുപണി ചെയ്തു കൊടുത്തു. ഇതിനകത്ത് ഉമ്മൻചാണ്ടി എടുക്കുക എന്നുള്ള ഡേറ്റകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാരപ്പണി ചെയ്തുകൊണ്ട് വി ഡി സതീശന് വേണ്ടി ഉമ്മൻചാണ്ടി എടുക്കുക ചാരപ്പണി ചെയ്ത ഒരാളാണ് ഷാഫി പറമ്പിൽ. അപ്പുറത്തേ നോക്കിക്കഴിഞ്ഞാൽ കെ സിക്ക് വേണ്ടി വി ഡി സതീശൻ എടുക്കുന്ന ചാരപ്പണി ചെയ്ത ഒരാളാണ്. അപ്പം ഇങ്ങനെ തുടങ്ങിയ ചാരപ്പണികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഷാഫി പറമ്പിൽ കളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പം പിന്നെ നിലവിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പെണ്ണുപിടിയനെ ഒരിക്കലും മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളത് ഏകദേശം KPCC തീരുമാനമായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇനിയും വേണ്ട, അവിടെ പാലക്കാട് വേറെ ഏതെങ്കിലും വിജയസാധ്യതയുള്ള ഒരാളെ അവിടെ മത്സരിപ്പിക്കുന്നതാണ്. മിക്കവാറും അതിന് നറുക്ക് വീഴാനുള്ള സാധ്യത കെ മുരളീധരനാവാനാണ് സാധ്യത. കെ മുരളീധരൻ അവിടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേയധികം വോട്ടുകൾ തന്നെയല്ല, പാലക്കാട് DCCക്ക് ഏറെ പ്രിയപ്പെട്ടവനായ ഒരു നേതാവ് കൂടിയാണ് നമ്മുടെ കെ മുരളീധരൻ. അപ്പൊ അതുകൊണ്ട് കെ മുരളീധരനെ പാലക്കാട് ഇറക്കാം എന്നുള്ള ധാരണയിലിരിക്കുകയാണ് നിലവിൽ. അപ്പൊ ഇനിയിപ്പോ എന്താണെന്നറിയില്ല. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാകുന്നവരെ തല്ലായിരിക്കും. അല്ല, ഇപ്പൊ ഈ പറയുന്നുണ്ടല്ലോ 3 സർവേ കൂടി ഇവർ പരിഗണിക്കുമെന്ന് പറയുന്നുണ്ട്. സർവേ നടത്തിയതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഒന്നും നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഇപ്പൊ നിലവിൽ എന്ത് അടിസ്ഥാനത്തിലായിരിക്കും സർവേ കൂടെ പരിശോധിക്കുമെന്ന് പറയുന്നത്? അതായത് ഇവരുദ്ദേശിക്കുന്ന ഇപ്പൊ KPCC ഒരു സർവേ നടത്തും, എല്ലാത്തിനും രാഷ്ട്രീയമായ ഒരു സർവേ നടത്തും. ഇപ്പൊ LDF ആണെങ്കിലും LDFന്റേതായ രീതിയിൽ ഒരു സർവേ നടത്തും, UDF ആണെങ്കിൽ UDFന്റേതായ രീതിയിൽ സർവേ നടത്തും. പാർട്ടിക്കാരെല്ലാവരും അങ്ങനെ സർവേ നടത്താറുണ്ട്. അപ്പൊ ഇതില് UDF നടത്തുന്നത് LDF നടത്തുന്നത് നമ്മൾ അത് വിശ്വസിക്കേണ്ട കാര്യം. LDF സർവേ നടത്തി കഴിഞ്ഞാൽ LDFന് മുൻതൂക്കം കിട്ടും, UDF സർവേ നടത്തണമെങ്കിൽ UDFന് മുൻതൂക്കം കിട്ടും. ഇപ്പം NDTVയുടെ സർവേ ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഈ പറയുന്ന കനകോലുവിന്റെ സർവേ ആണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് വി ഡി സതീശനെ ഒരാളാക്കി കാണിക്കാൻ വേണ്ടി സതീശൻ കാശ് മുടക്കിക്കൊണ്ട് ജയിച്ച ഒരു PR വർക്ക് മാത്രമായിരുന്നു ആ സർവേ. അപ്പോൾ അങ്ങനെ ഈ സർവേ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി അവനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് സർവേ നടത്തിയ ആളുകളെ തീരുമാനിക്കാൻ മാത്രം ഗതികെട്ട് പോയ UDF, അതായത് UDFല് ജയസാധ്യതയുള്ള നേതാക്കന്മാരാരും ഇല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ അവരെ നിർത്തിയാൽ മതി. ഇപ്പം ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് മത്സരിക്കാൻ പോലും ഇപ്പം ഉള്ള ശുഭാപ്തി വിശ്വാസം ഇല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ചെന്നിത്തലയെ അവിടെ തോൽപ്പിക്കാൻ ഒരു സംഘം ആളുകൾ തയ്യാറായിരിക്കുക. അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്നിത്തലയ്ക്ക് മത്സരിക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷെ മത്സരിച്ചാൽ തോറ്റുപോകും എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഇയാൾ വെച്ചു പുലർത്തുന്നുണ്ട് ചെന്നിത്തല. അപ്പൊ അതുകൊണ്ട് തന്നെ ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. പിന്നെ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ജയിച്ചാലോ, ഞാൻ മുഖ്യമന്ത്രി ആയാലോ എന്നൊക്കെ പറയുന്ന ഒരു തോന്നലുണ്ടല്ലോ. ഇപ്പൊ സതീശൻ ചിന്തിക്കുന്ന പോലെ, സതീശൻ പറവൂരിൽ ഞാൻ ജയിച്ചാലോ, ചിലപ്പോൾ മുഖ്യമന്ത്രി ആയാലോ, ഇവരെല്ലാം അങ്ങനെ ചിന്തിക്കുന്നത്. കേരളത്തിലുള്ള കുറച്ച് നേതാക്കന്മാർ അങ്ങനെ തന്നെ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പൊ തിരുവഞ്ചൂര് പ്രായം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ തിരുവഞ്ചൂരിന് കോട്ടയം സീറ്റ് മിക്കവാറും കൊടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം കോട്ടയത്ത് തിരുവഞ്ചൂര് ജയിക്കും. അപ്പൊ അതുകൊണ്ട് കോട്ടയം തിരുവഞ്ചൂരിന് തന്നെ കൊടുത്തുകൊണ്ട് തിരുവഞ്ചൂരിനെ അവിടെ ജയിപ്പിച്ചെടുക്കാനുള്ള പ്ലാനൊക്കെ നോക്കും. പക്ഷേ തിരുവഞ്ചൂര് പണ്ട് ഉമ്മൻചാണ്ടിക്ക് പാര വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം ടെനി ജോപ്പനെയും അതോടൊപ്പം തന്നെ ജിക്കുമോനെയൊക്കെ അറസ്റ്റ് ചെയ്യിക്കുന്നതിലും എല്ലാം മുൻകൈ എടുത്ത് നിന്നത് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. അപ്പം ഉമ്മൻചാണ്ടിയെ ഇങ്ങനെയുള്ള ചില ട്രാപ്പുകളിലൂടെ കുരുക്കിയിട്ടതിന് ശേഷം ഉമ്മൻചാണ്ടിയെ കൊണ്ട് രാജിവെപ്പിച്ച് തനിക്ക് മുഖ്യമന്ത്രിയാകുക എന്ന് പറയുന്ന വലിയൊരു ആഗ്രഹം ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു തിരുവഞ്ചൂരിന്റെ. അപ്പൊ തിരുവഞ്ചൂരിന്റെ ഉള്ളിലും തനിക്ക് മുഖ്യമന്ത്രി ആകണമെന്നൊരു ആഗ്രഹം ഇപ്പോഴും നിലവിലുണ്ട്. പിന്നെ പുതിയ ഇറ വന്നില്ലേ, പുതിയൊരു തലമുറ മാറ്റം വന്നതോടുകൂടി പുതിയ തലമുറയിലുള്ളവർക്ക് പലർക്കും തിരുവഞ്ചൂരിനോട് അത്ര പഥ്യം പോരാ. തന്നെയല്ല യൂത്ത് കോൺഗ്രസിലുള്ളവർക്ക് പലർക്കും തിരുവഞ്ചൂരിനോട് അത്ര ഇഷ്ടം പോരാ. കാര്യം ഒന്നാമത് തിരുവഞ്ചൂര് എടുത്ത വിവരക്കടല വേറൊന്നും വിളിച്ചു പറയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പിടിച്ച് ഇനി മുഖ്യമന്ത്രിയും കൂടെ ആക്കി കഴിഞ്ഞാൽ തിരുവഞ്ചൂര് ഇക്കാര്യത്തിലൊക്കെ കെ സുധാകരന്റെ അപ്പനായിട്ട് വരും. അപ്പൊ ആ രീതിയിലാണ് പുള്ളിക്കാരന്റെ സംസാര രീതിയൊക്കെ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും
പിന്നെ കേസ് ശാന്തമായിട്ട് പോകുമെന്ന് തോന്നുന്നുണ്ട് ഈ പറയുന്ന ഒരിക്കലും സ്ഥാനാർത്ഥി ഇല്ല. അയ്യോ, പ്രഖ്യാപനം. അത് കോൺഗ്രസിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും ശാന്തമായ ഒരു സ്ഥാനാർത്ഥി നിർണയിച്ച അല്ലേ, അത് അങ്ങോട്ട് ഈ സമിതി മുന്നോട്ട് വെച്ചേക്കുന്ന ഒരു നിർദ്ദേശമാണ് യാതൊരു രീതിയിലുള്ള ബഹളവും ഇതിനകത്ത് കിടന്ന് ഉണ്ടാക്കരുതെന്ന്. ഉണ്ടാവുന്നു. കോൺഗ്രസ് അല്ലേ പാർട്ടി, കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനിയിപ്പോ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആൾക്കാരെ സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിൽ പോലും ഇവര് തമ്മിൽ അടിയാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ പിന്നെ ഈ അടി എന്തായാലും നടക്കും. ഈ അതും പിന്നെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തീർച്ചയായിട്ടും കാര്യം എല്ലാവർക്കും പിന്നെ മന്ത്രിസ്ഥാനം ആഗ്രഹമുണ്ട്. ഇപ്പം തിരുവഞ്ചൂര് അടുത്ത തവണ മന്ത്രിയാകണം എന്ന് തന്നെയാണ് തിരുവഞ്ചൂരിന്റെ ആഗ്രഹം. അവിടൊപ്പം തന്നെ സീറ്റ് കിട്ടാത്തവർ പലരുടെയും ആഗ്രഹം. ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന MLA-മാരിൽ കൂടുതൽ പേര് മത്സരിക്കുമ്പോൾ ഇപ്പൊ PC വിഷ്ണുനാഥ് എങ്ങനെയൊക്കെ മന്ത്രിയാവണം. PC വിഷ്ണുനാഥ് അടുത്ത തവണ മത്സരിച്ച് മന്ത്രിയായില്ലെങ്കിൽ പിന്നെ PC വിഷ്ണുനാഥ് എന്തിനു കൊള്ളാം? 55 വയസ്സാവും, 55-60 വയസ്സ്, 57 വയസ്സോളം ആകും പിന്നെ PC വിഷ്ണുനാഥിന്. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും പലരും ഉണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പ്രതീക്ഷയോടിരുന്നതാണ് ഇത്തവണ മന്ത്രിയാകാം എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിരവധി നേതാക്കന്മാർ മന്ത്രിയാകാൻ വേണ്ടിയുള്ള കുപ്പായം തയ്പ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊക്കെ കിട്ടുന്ന വലിയ കനത്ത തിരിച്ചടിയായിരിക്കും. അവർ പ്രതികരിക്കാതിരിക്കില്ല, തമ്മിത്തല്ല് നല്ല ഗംഭീരമായിട്ട് നടക്കും. അവിടെ തന്നെയല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് കൂട്ടരാജി ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തിരിച്ചൊരു വലിയ കൂട്ടരാജിക്ക് തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെ പല നേതാക്കന്മാരും ഇതിൽ നിന്ന് പുറത്താകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിപ്പെടും. അതുകൊണ്ട് കോൺഗ്രസ് ഇനി എത്ര കണ്ട് പരിശ്രമിച്ചാലും ശരി, ആ നിലയ്ക്ക് ഒരു പിന്നെ എന്താ പറയാ, ആ നിലയിലേക്ക് നോക്കുമ്പോൾ ഒരു തല്ലില്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥി നിർണയം നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയം പിന്നെ തല്ലി നടക്കും, അതോടൊപ്പം കുറെ രാജി നടക്കും, കുറച്ചുപേര് BJPക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യും. ഇപ്പൊ സന്ദീപ് വാര്യർ നിൽക്കുന്നു, സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കണം. അപ്പോൾ സന്ദീപ് വാര്യർക്ക് സീറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് ലീഗ് എത്രത്തോളം താല്പര്യത്തോടെ നിൽക്കും എന്നുള്ളതാണ്. പിന്നെ സന്ദീപ് വാര്യർക്ക് SDPയുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒന്നും പിന്തുണയും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പം ശക്തമായ രീതിയിൽ ഒരു തല്ലിനുള്ള ഒരു വകുപ്പാണ് ശരിക്കും ഇപ്പോൾ ഈ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. KC വേണുഗോപാലിലും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും എന്തായാലും കളം പിടിക്കാൻ ഇറങ്ങും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്.